ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പോ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മളെല്ലാം കണ്ടു കാണും. നമ്മുടെ സച്ചിൻ രേവതിയും ഫുഡ് കഴിക്കാൻ ഒരു കടയിൽ കയറുമ്പോൾ അവിടെ നമ്മുടെ ശ്രീകാന്തും വർഷയും ഇരിക്കുന്നത് അല്ലെ. ആ ഒരു സീൻ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിന്റെ ആദ്യം തന്നെ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ സച്ചി ഇവരെ കാണുമ്പോൾ ഇവർ ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര ഹാപ്പിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും കളിയും ബഹളമൊക്കെയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്ന് സച്ചി തിരികെ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ രേവതിയും ഇങ്ങനെ പോകുന്നുണ്ട്. രേവതിയും അപ്പൊ സച്ചി എന്തെങ്കിലും പോകുന്നതെന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ രേവതിയും നമ്മുടെ ശ്രീകാന്തിനെ കാണുന്നത്. അപ്പൊ രേവതിയും നമ്മുടെ സച്ചിയുടെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ രേവതി പോകുന്ന ഒരു രംഗം കാണുന്ന കേട്ടോ. അപ്പൊ അതിനുശേഷം നമ്മുടെ ശ്രീകാന്ത് ചെന്നിട്ട് ഓടിച്ചെന്ന് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഏട്ടനെ കണ്ടിട്ട് എത്ര നാളെ വായട്ടെ, നമുക്ക് ഫുഡ് കഴിക്കാം, ഏട്ടൻ എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ സച്ചിയോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ സച്ചി ആ ഒരു കട്ടക്കലിപ്പിൽ തന്നെയാണ്. ആരാടാ നിന്റെ ഏട്ടൻ, നിന്നോട് ദേഷ്യപ്പെടാൻ നീ എന്റെ ആരാ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ദേഷ്യപ്പെടുക തിരിച്ച്. അപ്പൊ നമ്മുടെ വർഷയും വന്നിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, നിങ്ങൾക്ക് ആ ഒരു മറന്നു പോയിക്കൂടെ, ഞങ്ങൾ എന്തായാലും സ്നേഹിച്ച് വിവാഹം കഴിച്ചു പോയി, നിങ്ങൾക്ക് ഒരു ക്ഷമിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നീ ആ മധുസൂദനന്റെ മോളല്ലേ, അയാൾക്കുടെ ഗുണം നിന്റെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി കൺട്രോൾ വിട്ട ദേഷ്യം കേട്ടോ. അപ്പൊ നമ്മുടെ രേവതിയും പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയാ വർഷയോടെ, എങ്ങനെ ദേഷ്യം വരാതിരിക്കും, നിങ്ങൾ ഞങ്ങൾ ചതിച്ചതല്ലേ, എന്താ ഞാൻ പറഞ്ഞതായിരുന്നില്ലേ വീട്ടുകാരുടെ സമ്മതം വാങ്ങിയിട്ട് മതി കല്യാണം എന്നൊക്കെ, നിങ്ങൾ അത് അനുസരിച്ചോ, പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ ദേഷ്യം വരാതിരിക്കും എന്ന് നമ്മുടെ രേവതിയും വർഷയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ള അടിയും പിടിയും ഒന്നും ബഹളമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സച്ചി തിരിച്ചു പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ പോകുമ്പോഴും നമ്മുടെ രേവതി ഇങ്ങനെ കുറെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സച്ചേട്ടൻ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം, ഞാൻ സച്ചേട്ടന്റെ ദേഷ്യം എല്ലാം കണ്ടിരിക്കുന്നത് പോലെ വേറെ ആരും ഇങ്ങനെ സഹിച്ചിരിക്കണമെന്നില്ല, സച്ചേട്ടന് ആ ഒരു ദേഷ്യം കാണിക്കൽ കൂടുതലാണ്, അവര് ശരിക്കും ആ സച്ചേട്ടനോടുള്ള സ്നേഹം കാരണമല്ലേ വന്ന് മിണ്ടിയതും, ശ്രീകാന്തിന് ഇപ്പോഴും സച്ചേട്ടനോട് ബഹുമാനം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ശ്രീകാന്തിന്റെ കാര്യം വിട്, ആ പെണ്ണ് കണ്ടില്ല അവൾക്ക് എന്തൊരു അഹങ്കാരോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെ നമ്മുടെ രേവതി പതുക്കെ 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 നമ്മുടെ ആ സച്ചിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് കാണുന്നത് നമ്മുടെ ചന്ദ്രയും നമ്മുടെ ഭാമയും ഭയങ്കര ഡിസ്കഷനിലാട്ടോ. നമ്മുടെ ശ്രീകാന്തിനെ എങ്ങനെ കൊണ്ടുവരും, നമ്മുടെ ഭാമയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഒട്ടും വയ്യ, അത് മരുമകൾ ഭയങ്കര കോടീശ്വരിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് ഇങ്ങനെ സഹിക്കാനും പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ഭാമയെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് നമ്മുടെ ചന്ദ്രയുടെ ശ്രമം. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ അച്ഛൻ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭാമയെ കൊണ്ട് നമ്മുടെ ചന്ദ്ര പറയിക്കുന്നുണ്ട്, ശ്രീകാന്ത് എന്തായാലും വിവാഹം കഴിച്ചു പോയി, ഇനി അവരെ വീട്ടിൽ കയറ്റിക്കൂടെ എന്ന് നമ്മുടെ ഭാമ ചോദിക്കുന്നുണ്ട്. അപ്പൊ അപ്പോൾ നമ്മുടെ അച്ഛൻ സമ്മതിക്കുന്നുണ്ട്. രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്നെ ധിക്കരിച്ചു പോയവൻ ഈ വീട്ടിലേക്ക് കയറണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല, പുറത്തുനിന്ന് ആരെങ്കിലും പറയുമ്പോൾ കേൾക്കുമെന്നാ ഞാൻ കരുതിയത്, ഇത് അതും കേൾക്കുന്നില്ല, നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഞാൻ 3 മക്കളെ പ്രസവിച്ചത്, അവര് 3 പേരും ഭാര്യമാരോട് കൂടെ എന്റെ അടുത്ത് തന്നെ നിൽക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്ര നമ്മുടെ രവീന്ദ്രന്റെ ഇങ്ങനെ മനസ്സ് മാറ്റിയെടുക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി നോക്കാട്ടെ, നമ്മുടെ ശ്രീകാന്തും വർഷയും വീട്ടിൽ വന്ന് കയറിയാല് പിന്നെ അടിപിടി പൂരം തന്നെ ആയിരിക്കും അല്ലെ. പിന്നെ നമ്മുടെ വർഷയും സച്ചിയൊക്കെ തന്നെ ആയിരിക്കും, സച്ചിയുമായിട്ടായിരിക്കും പുതിയ ലഹള ഉണ്ടാകാൻ പോകുന്നത് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.